ഇന്ന് തളിക്കുളങ്ങര ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പ്രസാദോട്ടുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് പ്രസാദോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാനും ദീപും അമ്മയൊക്കെ. നാട്ടുകാരും പരിചയക്കാരും കാണുമ്പോഴുള്ള സന്തോഷമാണ് അമ്മയുടെ മുഖത്ത്. ഇതാണ് മനോഹിത് മാഷ്. മനോഹിത് മാഷ് തളിക്കുളം ഹൈസ്കൂളിലെ അധ്യാപകനാണ്. മാഷ് എൻ്റെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ്. മിണ്ടിയും പറഞ്ഞും നിൽക്കണതിൻ്റെ ഇടയ്ക്ക് ക്യൂ പെട്ടെന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ പിന്നെ ഒട്ടും വൈകിക്കണ്ട, വേഗം തന്നെ ഒരു സീറ്റ് തരാക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് പാഞ്ഞു. അങ്ങനെ നല്ലൊരു സീറ്റ് കിട്ടി എന്നുള്ള സന്തോഷത്തിലിരിക്കുമ്പോഴാണ് പിന്നൊരു പ്രശ്നം. ദീപുവിൻ്റെ ഇല കീറിയിരിക്കണു. എന്താ പ്രശ്നം? ചെറിയൊരു കീറലല്ലേ? ഇല പ്രശ്നത്തിൻ്റെ ചർച്ച നടക്കണതിൻ്റെ ഇടയിൽ മാങ്ങച്ചാറെത്തി. സത്യം പറയാലോ, തൊട്ട് കൂട്ടാതിരിക്കാൻ തോന്നിയില്ല. നല്ല അടിപൊളി മാങ്ങച്ചാറ് കേട്ടാ. അതിൻ്റെ പുറകെ തന്നെ ചമ്മന്തിയും പുളിഞ്ചിയൊക്കെ എത്തി. നല്ല തിക്കായിട്ടുള്ള പുളിഞ്ചി. അങ്ങനെ കറികളൊക്കെ എത്തുന്നതിൻ്റെ ഇടയിലാണ് അടുത്തൊരു പ്രശ്നം കൂടി വന്നത്. എനിക്ക് ഇരട്ടപ്പപ്പടം കിട്ടി. ഇരട്ടപ്പപ്പടം അങ്ങനെ ദീപ് കൊണ്ടുപോയി. സാമ്പാർ കുറച്ച് നാളായി തളിക്കുളങ്ങര അമ്പലത്തിൽ നിന്ന് പ്രസാദോട്ടൊക്കെ കഴിച്ചിട്ട്. എല്ലാ വിഭവങ്ങളും അതിഗംഭീരമായിട്ടുണ്ട്. ആ പുളിഞ്ചി ഒരു രക്ഷയില്ല കേട്ടാ. കാര്യം എൻ്റെ ഇരട്ടപ്പപ്പടം ദീപ് തട്ടിയെടുത്തെങ്കിലും പിന്നെയും എനിക്ക് 2 പപ്പടം കിട്ടി. അങ്ങനെ മൊത്തം 3 പപ്പടമാണ് എനിക്ക് കിട്ടിയത്. ദീപുവിൻ്റെ കൊച്ചു കൊച്ചു വാശികൾക്കും പിണക്കങ്ങൾക്കും ഇടയിൽ ഒരു ഗ്ലാസ് മധുരമുള്ള പാൽപ്പായസം കൂടി കിട്ടിയപ്പോൾ മനസ്സും കൂടി നിറഞ്ഞു. അങ്ങനെ കുറച്ചുകൂടെ ഹാപ്പി ആവാനും നല്ലൊരു സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണം മാറാനായിട്ട് തൃശ്ശൂർ രാംദാസിലൊരു സിനിമയ്ക്ക് കയറി. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ശരിക്കും ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പോൾ ഒരു പടം കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ദീപ പടം? ഇഷ്ടമായ? തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? അമ്മയ്ക്കോ? സാധാരണ സിനിമയ്ക്ക് കയറി കഴിഞ്ഞാൽ അമ്മ ഉറങ്ങാറാണ് പതിവ്. പക്ഷെ ഇന്ന് തീരെ ഉറങ്ങിയില്ലേ. ഒരു കുടയിൽ 3 ആള്. നല്ല മഴ വരുന്നുണ്ട് അല്ലേ? നിങ്ങൾ എവിടേക്കാ പോണേ? അപ്പോൾ ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞ് നേരെ ഒരു മസാല ദോശ അടിക്കാതിരിക്കണം. നാളെ പോയിട്ട് ദോശ മാത്രം മതിയാ? ചായ വേണം. പിന്നെ എന്തിട്ടുള്ളത് മെനു നോക്കട്ടെ. ഇതാണ് തൃശ്ശൂർ പഴയ നടക്കാവ് റോഡ്. ഇവിടെയാണ് നളന്ദ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഈ ചെറിയ ഇടവഴിയിലൂടെ അറ്റത്തേക്ക് ചെല്ലുമ്പോൾ ഇടതുവശത്തായിട്ട് ഒരു കോണിപ്പടി കാണാം. അതിലൂടെ കയറുമ്പോഴാണ് നളന്ദ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുക. 40 വർഷത്തിലേറെയായി ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രായം. ഇപ്പോഴും അതുപോലെ ആ നൊസ്റ്റാൾജിയ കീപ്പ് ചെയ്യുന്ന മറ്റൊരു റെസ്റ്റോറൻറ്റ് തൃശ്ശൂരുണ്ടോ എന്നുള്ളത് സംശയമാണ്. പഴമ മാത്രമല്ല, ഇവിടെ വിലയും കുറവാണ്. ഇപ്പം മിക്കയിടത്തും മസാല ദോശയ്ക്ക് 70 രൂപയാണ് ചാർജ് ചെയ്യണത്. തൃശ്ശൂരൊക്കെ പലയിടത്തും 100 രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ നളന്ദയിൽ ഇപ്പോഴും 60 രൂപയുള്ളോട്ടാണ്. മസാല ദോശ ഇല്ല അമ്മ? 3 മസാല 3 ചായ. നമ്മൾ നാട്ടിൻപുറത്തെ ചായക്കടയിലൊക്കെ പോയൊരു പ്രതീതിയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. കാവിമുണ്ടൊക്കെ കൊടുത്ത് സാധാരണ വേഷത്തിലുള്ള സിമ്പിളായിട്ടുള്ള ചേട്ടന്മാർ. എന്നാൽ സർവീസൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണ്. മസാല ദോശയൊക്കെ പറന്നെത്തി. നല്ല വലുപ്പമുള്ള മസാല ദോശയാണ് ഇവിടുത്തെ. അതുപോലെ തന്നെ വെള്ള ചട്നി ആയാലും ചുമന്ന ചമ്മന്തി ആയാലും സാമ്പാറായാലും
എല്ലാം നല്ല ലാവിഷായിട്ട് വിളമ്പുന്നുണ്ട്. വീക്കെൻഡിൽ ഞങ്ങളുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സിനിമയും പിന്നെ ഒരു മസാല ദോശയാണ്. ആദ്യം തന്നെ ഒരു പീസ് എടുത്ത് വെള്ളച്ചട്നി മുക്കി കഴിച്ചു. നല്ല അടിപൊളി ചട്നിയായിരുന്നു. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചുമന്ന ചട്നി അതിൽ നല്ലപോലെ കുതിർത്തിട്ട് ഒരു പീസ് അങ്ങോട്ട് കഴിച്ചു. ചുമന്ന ചട്നി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം, നല്ല എരിവൊക്കെ ഉള്ള ഉഗ്രൻ ചട്നി. ചുമന്ന ചട്നി മാത്രമല്ല, ഇവരുടെ മസാലയും അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് എരിവ് കുറയ്ക്കാനായിട്ട് ദീപു ഒരു ഐഡിയ പറഞ്ഞു തന്നത്. അതിനേക്കാളൊക്കെ ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് എരിഞ്ഞിരിക്കുമ്പോൾ നല്ല ചൂട് ചായ എടുത്തിട്ട് ഇങ്ങനെ സിപ്പായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. ഒരു പട്ടൂരാണ് ഇതിന് മസാല മാറ്റിക്കണ. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നല്ല ചൂട് ബട്ടൂരയും ചനയും കൊണ്ടുവന്നു. കണ്ടിട്ട് കൊതി സഹിക്കണില്ല. നല്ല സോഫ്റ്റും വലിപ്പമുള്ള ബട്ടൂര. ഒരു പീസ് എന്തായാലും പൊട്ടിക്കുക തന്നെയെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ദീപുവിൻ്റെ മനസ്സോടുള്ള സമ്മതവുമായിട്ട് ഒരു പീസ് ബട്ടൂര ഞാനങ്ങോട്ട് എടുത്തു. ബട്ടൂര കണ്ടപ്പോൾ ഇനിയൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും ചെറുതായിട്ട് കൊതി വന്നു എന്ന് പറയാം. കുറച്ച് ചന മസാലയും ബട്ടൂരയുടെ ഒരു പീസും കൂടി മിക്സ് ചെയ്ത് ഒരു പീസ് അങ്ങോട്ട് കഴിച്ചു നോക്കി. സംഭവം നല്ല ഉഷാറായിട്ട് കിട്ടാം. ദീപുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ബട്ടൂര. ബട്ടൂരയുടെ ഒപ്പം ദീപുവിന് ബൂസ്റ്റും കൂടി കിട്ടിയാൽ കൊള്ളാമെന്ന് ആ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ബൂസ്റ്റ് വന്ന ഉടനെ ദീപുവിന് നോട്ട് ചെയ്തത് ആ ഗ്ലാസിൻ്റെ വലിപ്പമാണ്. അങ്ങനെ ബൂസ്റ്റും ബട്ടൂരയും മസാല ദോശയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ ശക്ത സ്റ്റാൻഡിലേക്ക് വിട്ടു. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബായ്.